മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ശ്രീ ദ്വിതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നടന്ന സൂര്യഗണപതി ഹോമം ആരാധനയിലെ അപൂർവ കാഴ്ചയായി. സൂര്യകാലടി ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സവിശേഷമായ ഹോമം. This news sponsored by Unity Center for Medical and Computer Education, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മടിക്കൈ കീക്കാങ്കോട്ട് നൂഞ്ഞിയിൽ ശ്രീ ദ്വിതന്ത ഗണപതിയാർ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദൃഢകലശ പൂജയോടനുബന്ധിച്ചാണ് സൂര്യഗണപതി ഹോമം നടന്നത്. നാടിന്റെയും ഒപ്പം കുടുംബത്തിന്റെയും സർവൈശ്വര്യത്തിനു വേണ്ടിയുള്ളതാണ് സവിശേഷമായ ഈ ആരാധന. സൂര്യകാലടി ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ 10 മണി വരെയായിരുന്നു സൂര്യഗണപതി ഹോമം. महागणपते नमः। श्री महागणपते नमः। श्री महागणपते नमः। श्री महागणपते नमः। സൂര്യഭഗവാൻ ബ്രാഹ്മണവേഷത്തിൽ വന്ന് മതഗ്രന്ഥം സമ്മാനിച്ച സന്തതി പരമ്പരയിൽപ്പെട്ട സൂര്യകാലടി ഭട്ടതിരി ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി തന്റെ മുന്നിൽ വരുത്തി. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഗണപതി ഭഗവാനെ കാണാൻ സിദ്ധി ലഭിച്ച ഇദ്ദേഹം പോകുന്നിടത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിൽപ്പെട്ടവരുടെ കാർമ്മികത്വത്തിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ സൂര്യഗണപതി ഹോമം നടക്കാറുള്ളത്. അപൂർവമായ ആരാധനയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള ഭക്തജനങ്ങൾ അത് രാവിലെ മുതൽക്ക് തന്നെ ക്ഷേത്രത്തിലെത്തിയിരുന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ദൃഢകലശം നടക്കും. 11 മണിയോടെ ക്ഷേത്രേശനായ അരവത്ത് പത്മനാഭതന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീഭൂതബലി ഉത്സവവും വൈകുന്നേരം 4 മണിക്ക് തായമ്പകയും 7 മണിക്ക് അലങ്കാര പൂജയും നടക്കും. മാത്രമല്ല ഉച്ചയ്ക്ക് 12 മണി മുതൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനമുണ്ടാകുമെന്നും അധികാരികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.